എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തിടെ വന്ന ബഡ്ജറ്റുകളും വാഹന മേഖലയും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കും? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടിലും വാഹന മേഖലയ്ക്ക് ഗുണകരവും ദോഷകരവുമായ ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും വാഹനം വാങ്ങുന്ന സമയത്ത് ആദ്യം ചിന്തിക്കുക ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാം എന്നുള്ളതായിരിക്കും. സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, ഫൈനുണ്ടോ, എഞ്ചിൻ പണി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ടെസ്റ്റ് എടുക്കുമ്പോൾ ചെറിയൊരു ആവലാതിയുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ബഡ്ജറ്റിൽ, സംസ്ഥാന ബഡ്ജറ്റിലെ ഒരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത് 15 വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് റീ രജിസ്ട്രേഷന് 50% നികുതി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി EV വാഹനങ്ങൾക്കും നികുതിയിൽ വർധനവുണ്ട്. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് കാർ വിപണി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ വാഹനം ഏകദേശം 15 വർഷമൊക്കെ ആവുന്നുവെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചെറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാവുന്നതാണ്. 15 വർഷം ആകുന്ന വാഹനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ആലോചിക്കുക, നികുതി കൂട്ടി എത്രയും പെട്ടെന്ന് വിറ്റിട്ട് പുതിയ വാഹനം വാങ്ങാം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ട. കാരണം പുതിയ വാഹനത്തിൻ്റെ നികുതി ഈ 50% കൂട്ടിയ നികുതിയേക്കാൾ എത്രയോ കൂടുതലാണ്. ഏകദേശം ഒരു കാറിന് ഇപ്പോൾ നികുതിയിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4000 രൂപ 5000 രൂപ നമ്മൾ അധികം അടയ്ക്കേണ്ടി വരും 5 വർഷത്തേക്ക് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള വാഹനം പക്ക കണ്ടീഷനാണെങ്കിൽ, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ബോഡിപരമായ കംപ്ലൈൻറ്റുകളില്ല, ഇങ്ങനെയാണെങ്കിൽ 5 വർഷത്തേക്ക് റീടെസ്റ്റ് എടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നല്ലത് തന്നെയാണ്, നിസ്സംശയം പറയാം. പക്ഷേ ചില കണ്ടീഷൻസ് അപ്ലൈ. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണികിട്ടിക്കൊണ്ടിരിക്കുന്നത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നമ്മുടെ വാഹനത്തിന് ലഭിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ 2-3 വർഷം കഴിയുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ വാഹനം പുക പരിശോധന ടെസ്റ്റ് പാസ്സാവുന്നുണ്ടോ? അതില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വാഹനം എത്രയും പെട്ടെന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിച്ച് തുടങ്ങാം. ഒഴിവാക്കണം എന്ന് നിർബന്ധമൊന്നുമല്ല പറയുന്നത്. ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പുതിയ വണ്ടി വാങ്ങുന്ന പൈസ ഒരിക്കലും നമുക്ക് വരില്ല. ഇനി അല്ല, അത്യാവശ്യം പണിയുണ്ട്, പുക ടെസ്റ്റ് പാസ്സാവുന്നില്ല എങ്കിൽ നമുക്ക് വാഹനം ഒഴിവാക്കുക. പാസ്സാകുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, നല്ലൊരു മെക്കാനിക്ക് നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു തീരുമാനമാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കണം എന്നുള്ള നീക്കം നടക്കുന്നുണ്ട്. കേരളത്തിൽ ചില സ്ഥലത്തെങ്കിലും ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് സെൻറ്ററുകളുണ്ട്. ഇതേപോലെ സ്ക്രാപ്പേജ് പോളിസിയും നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് അവിടെ ഫിറ്റ്നസ് പരിശോധന പാസ്സാകാൻ സാധിക്കുമോ? അത് വണ്ടി പക്ക കണ്ടീഷനാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൂടിയ നികുതി അടച്ചുകൊണ്ട് തന്നെ ഈ വാഹനം നിലനിർത്തി പോകാം. ചെറിയ വർക്കുകളൊക്കെ ആണെങ്കിലും നമുക്കത് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കാരണം പുതിയ വാഹനം എടുക്കാൻ ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വേണം. നമ്മുടെ കയ്യിലുള്ള വാഹനം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുക 1 ലക്ഷം രൂപയായിരിക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയായിരിക്കാം. ബാക്കി പൈസ നമ്മുടെ കയ്യിലുണ്ടോ? ലോൺ എടുക്കണോ? നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തുക. വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, പക്ക കണ്ടീഷനുള്ള വാഹനമുണ്ടെങ്കിൽ അത് റീടെസ്റ്റ് എടുത്ത് 5 വർഷം കൂടെ ഉപയോഗിച്ചതിന് ശേഷം പുതിയ വണ്ടിയെപ്പറ്റി ആലോചിക്കുന്നതാണ് ഉത്തമം. എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇവരെല്ലാവർക്കും നന്ദി.